മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും മൂന്നാറിൽ ഇപ്പോഴും സഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞിട്ടില്ല. ഹൈറേഞ്ചിന്റെ സൗന്ദര്യത്തിന് മനോഹാരിതയേകുന്ന ടോപ്പ് സ്റ്റേഷൻ പലരുടെയും ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നാണ്. മഞ്ഞു പൊതിഞ്ഞും കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് സഞ്ചാരികളെ ടോപ്പ് സ്റ്റേഷൻ വരവേൽക്കുന്നത്. വട്ടവടയിലേക്കുള്ള പ്രധാന റോഡിൽ നിന്നും അല്പദൂരം നടന്നു വേണം ടോപ്പ് സ്റ്റേഷനിൽ എത്താൻ. 20 രൂപ പ്രവേശന ഫീസ് നൽകി യാത്രാമധ്യേ ഇരുവശങ്ങളിലുമുള്ള വിൽപ്പന കേന്ദ്രങ്ങൾ കണ്ടും സാധനങ്ങൾ വാങ്ങിയും പോകാം. ആദ്യം എത്തുന്നത് ടോപ്പ് സ്റ്റേഷന്റെ കാഴ്ചകൾ ഉയരത്തിൽ നിന്നും കണ്ടാസ്വദിക്കാവുന്ന വാച്ച് ടവറിലേക്കാണ്. ഇവിടെ നിന്ന് കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയും സഞ്ചാരികൾ കീഴ്ക്കാംതൂക്കായ മലയടിവാരത്തിലേക്ക് നടന്നിറങ്ങിയും ടോപ്പ് സ്റ്റേഷന്റെ സൗന്ദര്യം ആസ്വദിക്കാറുണ്ട്. ட்ராவலிங்கில் தமிழ்நாட்டிலையும் கொடைக்கானல் ஊட்டி எல்லாம் மழை இருந்தாலும் கேரளா லைக் பண்ணுறதுக்குன்னு எப்போ வந்தாலும் சுவாரஸ்யம், ஒரு நல்ல ஃபீலு, ஒரு அமைதியான சுச்சுவேஷன், பெரிய பெரிய மரக்காடுகள், இதுவும் இந்த டாப் ஸ்டேஷன் வியூ பாயிண்ட்லாம் வந்து இது ஒரு பிரம்மாண்டமாக இருக்கும். ஒரு வெயிக்க தைக்கிற மாதிரி ஒரு செயலை செய்கிற மாதிரி இருக்குது. அதனால் இங்கே தமிழ்நாட்டிலேருந்து நாங்கள் வந்து கடலூரில் நெய்வேலியிலேருந்து கிட்டத்தட்ட ஒரு 500 கிலோமீட்டர் ட்ராவல் பண்ணி வரோன்னா മഞ്ഞു പൊതിഞ്ഞ അന്തരീക്ഷം ആസ്വദിക്കാനും തെളിഞ്ഞ കാലാവസ്ഥയിൽ തമിഴ്നാടിന്റെ വിദൂര കാഴ്ചകളും വൻമതിൽ പോലെ തോന്നിപ്പിക്കുന്ന പാറക്കെട്ടുകളും കാണാൻ സാധിക്കും. പ്രഭാതങ്ങളിൽ മലയടിവാരമാകെ പരന്നു കിടക്കുന്ന മേഘപാളികളുടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ച, അതാണ് ടോപ്പ് സ്റ്റേഷന്റെ ഹൈലൈറ്റ്. കാഴ്ചകൾ ഏതായാലും സഞ്ചാരികൾ കണ്ണും മനവും നിറഞ്ഞാണ് ടോപ്പ് സ്റ്റേഷനിൽ നിന്നും മടങ്ങാറ്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.